ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാക്കോബിൻ്റെ ലേഖനം അധ്യായം 5 വാക്യം 16. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യമാണ്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ലഭിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന ഫലദായകമാകുന്നത് അതിൻ്റെ പിന്നിൽ നീതിയും ന്യായവും നിറഞ്ഞ ഒരു ജീവിതം കൂടെയുള്ളപ്പോൾ ആണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. അപ്പോൾ ഏലിയായെക്കുറിച്ച് വചനം പറയുകയാണ്, ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷത്തിലധികം മഴ പെയ്യാതിരുന്നു. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തി കടന്നു വരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് പോലെ സംഭവിക്കുന്നത് അതെങ്ങനെയാണ് എന്ന് നമ്മൾ അതിശയിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്ന കാര്യം ഇതാണ്: നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് പിന്നിലുള്ള ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര നന്മ നിറഞ്ഞൊരു ജീവിതം, വിശുദ്ധി നിറഞ്ഞ ജീവിതം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു ജീവിതം, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നൊരു ജീവിതം അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതനുസരിച്ചാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകുന്നതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ടാണ് നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകുന്നതും, അതുകൊണ്ടാണ് നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതും എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു പത്രം വായിച്ചപ്പോൾ അതിൽ കണ്ട ഒരു ലേഖനം ഒരു ചിന്താവിഷയമായിരുന്നു. അതിൽ ഒരു ഉക്രൈൻ മിസ്റ്റിക്കായ ബാൽഷെം തോവ് അദ്ദേഹം ഒരിക്കൽ ഒരു യാചകനുമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് വായിക്കാനിട വന്നു. ഇദ്ദേഹം വലിയ മിസ്റ്റിക്കാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ജ്ഞാനമുള്ള വ്യക്തിയാണ് ഈ ബാൽഷെം തോവ്. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു യാചകനുമായിട്ട് അദ്ദേഹത്തിനെ തേടി വരികയാണ് ആ സ്ഥലത്ത്, ആ പട്ടണത്തിലേക്ക്. എന്നിട്ട് അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഈ മിസ്റ്റിക്ക് ഈ യാചകനെ തേടി വരാൻ കാരണം, ഈ മിസ്റ്റിക്കിൻ്റെ അരികിൽ ചെന്ന് കുറേ ആളുകൾ പറഞ്ഞു, ഈ യാചകൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അദ്ദേഹം ഒരു സാധാരണ യാചകനാണ്. അദ്ദേഹം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും അവരുടെ ആ കാര്യം നടന്നു കിട്ടും, അനുഗ്രഹം നടന്നു കിട്ടും. അതിൻ്റെ വളരെ അടുത്ത കാലത്തായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്, ഒരു ബിസിനസ്സുകാരന് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം ആ ബിസിനസ്സുകാർ ഓരോ ദിവസവും ഈ യാചകന് കുറച്ച് സമ്മാനം കൊടുക്കുമായിരുന്നു. ഈ യാചകൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം വലിയ സമ്പന്നനായി മാറി. അദ്ദേഹത്തോട് മറ്റുള്ളവർ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് താങ്കൾ ഇത്രയും സമ്പന്നനായി മാറിയത്? അപ്പോൾ അദ്ദേഹം, ആ ബിസിനസ്സുകാരൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരുന്ന ഒരു യാചകനുണ്ട്. ആ യാചകൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ബിസിനസ്സിൽ ഇത്ര ഉയർച്ച വന്നത്, നേട്ടം വന്നതെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ മറ്റാളുകളൊക്കെ ഈ യാചകൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന ചോദിക്കാനും ഇദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ നൽകാൻ തുടങ്ങി. അങ്ങനെ ഈ ഉക്രൈൻ മിസ്റ്റിക്കിന് ഈ യാചകനെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പിന്നീട് ശിഷ്യനാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ശിഷ്യനാക്കി മാറ്റുന്നതിന് മുമ്പ് ഈ മിസ്റ്റിക് പറഞ്ഞു, താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ ശക്തി കിട്ടുന്ന എവിടെ നിന്നാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, യാചകൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് പ്രത്യേക സിദ്ധിയൊന്നുമില്ല, എനിക്ക് അറിയാവുന്ന പോലെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മിസ്റ്റിക്കായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ ഭിക്ഷാടകൻ, ഈ യാചകൻ ഈ മിസ്റ്റിക്കിനോട് തൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ യാചകൻ ഒരു തയ്യൽക്കാരനായിരുന്നു, ഒരു ടൈലറായിരുന്നു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇവർ രണ്ടുപേരും അങ്ങനെ തയ്യൽ ജോലി ചെയ്ത് ഒരു ചെറിയ പട്ടണത്തിൽ ജീവിക്കുകയായിരുന്നു.
അങ്ങനെ തയ്യൽ ജോലി ചെയ്ത ചെറിയ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തോ വരുമാനമൊന്നും അവിടെ കിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരങ്ങൾ രണ്ടുപേരും ചേർന്ന് വേറൊരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് ഒരുമിച്ച് ഇവർ ഈ തയ്യൽ വേല ആരംഭിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നൊരു ഷോപ്പൊക്കെ ഇട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് അങ്ങനെ തയ്യൽ വേല ആരംഭിച്ചു. അങ്ങനെ ആ നാട്ടുകാർക്ക് ഇവരുടെ ആ ടൈലറിങ് ഇവർ തയ്ച്ചു കൊടുക്കുന്നതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ധാരാളം ഓർഡറുകളൊക്കെ ലഭിക്കാൻ തുടങ്ങി. ആ നാളുകളിൽ ആ നാട്ടിൽ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു വിവാഹം വന്നു. അപ്പോൾ ആ വിവാഹാവസരത്തിൽ ഒത്തിരിയേറെ ഈ വസ്ത്രങ്ങൾ തയ്ക്കാനുണ്ട്. അവർ ഈ വലിയ സമ്പന്നനായ വ്യക്തി ഈ തയ്പ്പുകാരെക്കുറിച്ച് കേട്ട് ഇവരുടെ അരികിലേക്ക് വന്നു. അങ്ങനെ ഇവരുടെ അരികിലേക്ക് വന്ന് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവർ ആ വലിയൊരു ഓർഡർ ഏറ്റെടുത്തു. അങ്ങനെ അവർക്ക് ആ സമ്പന്നനായിട്ടുള്ള ധനികനായിട്ടുള്ള മനുഷ്യന് കുടുംബത്തിന് വളരെ താല്പര്യം തോന്നുന്ന വിധത്തിൽ എല്ലാ തുണികളും തയ്ച്ചു കൊടുത്തു. അതിനുശേഷം ഇവർക്ക് വലിയൊരു തുക ആ ധനികനിൽ നിന്ന് സമ്മാനമായി തയ്പ്പ് കൂലിയായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ വലിയൊരു സമ്പത്ത് ഇവരുടെ കൈവശം വന്നു. അങ്ങനെ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് ഈ തയ്പ്പുകാരിലെ ഒന്നാമൻ, ഈ യാചകനായി തീർന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ ജയിലിനകത്ത് കിടപ്പുണ്ട്. ആ ജയിലിനകത്ത് അദ്ദേഹം കിടക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് 300 റൂബിൾ ആ നാട്ടിലെ നാണയമാണ്. ആ 300 റൂബിൾ കൊടുക്കാൻ ഇല്ലാത്തത് മൂലമുള്ള കടബാധ്യത മൂലമാണ് അദ്ദേഹം ഈ ജയിലിൽ കിടക്കുന്നത്. നിങ്ങളോട് അയാളെ സഹായിക്കണമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്, ഈ തയ്യൽക്കാർ രണ്ടുപേരുണ്ട്. ഒന്നാമന് സഹായിക്കണമെന്നുണ്ട്. രണ്ടാമൻ പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയ പണമാണ്, അത് അങ്ങനെ ഇങ്ങനെയും കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ തർക്കമൊക്കെയായി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ പറയും, എന്നാൽ നമുക്ക് കിട്ടിയ ഈ സമ്പത്ത്, ഈ വരുമാനമൊക്കെ നമുക്ക് കൂട്ടി നോക്കാം. അവരങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ 600 റൂബിൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടു പേർക്കും പപ്പാതി എടുക്കാം. ഇങ്ങനെ ഒരു 300 റൂബിൾ വെച്ച് തിരിച്ചെടുത്തു. അതിൽ ആദ്യത്തെ വ്യക്തി ആ 300 റൂബിൾ കിട്ടിയപ്പോൾ അതുമായിട്ട് നേരെ ആ ജയിലിലേക്ക് ഓടി. അങ്ങനെ ജയിലിൽ ചെന്ന ജയിലിൻ്റെ അധികാരികളൊക്കെ കണ്ട് അങ്ങനെ അദ്ദേഹം ആ തുക അവിടെ കൊടുത്ത് നാട്ടുകാരനായിട്ടുള്ള ആ വ്യക്തിയെ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ആ നാട്ടുകാരൻ ആയിട്ടുള്ള വ്യക്തി നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെ അരികിലേക്കൊക്കെ പോവുകയാണ്. എന്നാൽ ഈ രണ്ടാമത്തെ വ്യക്തി, പണം കൊടുക്കാൻ തയ്യാറാകാതിരുന്ന വ്യക്തി, അദ്ദേഹം നാട്ടിലേക്ക് പോയി. അദ്ദേഹം അവിടെ ചെന്നൊരു തയ്യൽ കടയൊക്കെ ഇട്ട് അങ്ങനെ ബിസിനസ്സൊക്കെ ആരംഭിച്ചു. അദ്ദേഹം അവിടെ സന്തോഷത്തോടെ അങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു പോവുകയാണ്. പക്ഷേ ഈ ഒന്നാമൻ ഈ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുതുതായിട്ടൊരു തയ്യൽ കട തുടങ്ങാനോ ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള പണമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അദ്ദേഹം എങ്ങനെയൊക്കെ കുറച്ച് നാൾ ജീവിച്ചു. പിന്നീട് അദ്ദേഹം പണമൊന്നും തീരെ ഇല്ലാതെ, ജോലി ചെയ്യാൻ സാധിക്കാതെ അദ്ദേഹം ഒരു ഭിക്ഷാടകനായി മാറി. അദ്ദേഹം അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ചൊക്കെ മുമ്പോട്ട് പോവുകയാണ്, ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ്റെ അരികിൽ ഇയാൾ ഈ തയ്പ്പുകാരൻ ചെന്ന് ഒരു സഹായം ചോദിച്ചു. സഹായം ചോദിച്ചപ്പോൾ ആ ബിസിനസ്സുകാരൻ തയ്പ്പുകാരനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരാം, പക്ഷെ നിങ്ങൾ എനിക്ക് പകരം എന്ത് തരും? അപ്പോൾ ഈ യാചകനായിട്ടുള്ള വ്യക്തി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ അത് ഈ ബിസിനസ്സുകാരൻ വിശ്വസിച്ചൊന്നുമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തോ കരുണ തോന്നി. അന്ന് ഈ യാചകന് കുറച്ച് പണം കൊടുത്തു. അങ്ങനെ പണം കിട്ടി, യാചകന് കുറച്ച് പണം കിട്ടി. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ബിസിനസ്സുകാരൻ ശ്രദ്ധിച്ചപ്പോൾ അന്ന് അതിൻ്റെ മുമ്പത്തെ ദിവസത്തേക്കാൾ കൂടുതൽ ബിസിനസ് നടന്നിരിക്കുന്നു, കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പിറ്റേ ദിവസവും ഈ യാചകനെ കണ്ട് അന്നും അദ്ദേഹം യാചകന് കുറച്ച് പണം കൊടുത്തു. അന്നും അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വലിയ വളർച്ച കാണുന്നു. അങ്ങനെ ഈ ബിസിനസ്സുകാരൻ പതുക്കെ എല്ലാ ദിവസവും ഈ യാചകന് പണം കൊടുക്കും. ഇദ്ദേഹം കൂടുതൽ സമ്പന്നനായി മാറി. അങ്ങനെ ആ നാട്ടിൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനായി മാറി. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ബിസിനസ്സുകാരനായി മാറിയത്? അപ്പോൾ പറഞ്ഞു, യാചകൻ്റെ പ്രാർത്ഥനയാണ് എന്നെ സഹായിച്ചത്. അങ്ങനെ ഈ യാചകനെ തേടി അനേകർ വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ലൊരു വിലയും നിലയും ഒക്കെ വന്നു. അദ്ദേഹത്തിനും ആവശ്യത്തിന് സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടി. അദ്ദേഹം ഈ ചരിത്രം മുഴുവനും
ഈ മിസ്റ്റിക്കിനോട്, ഈ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൻ്റെ എന്തോ നല്ല പ്രവൃത്തിയുണ്ട്, നിൻ്റെ നല്ലൊരു ജീവിതമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാകുന്നത് ആ പ്രാർത്ഥനയുടെ പിന്നിൽ പ്രവൃത്തി കൂടെ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും, അതനുസരിച്ച് നന്മകൾ ചെയ്യാനും, അതനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും, അതനുസരിച്ച് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനും, മറ്റുള്ളവരുടെ കണ്ണീര് കാണാനും, ന്യായമായി പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാവുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ വചനം വായിക്കുകയാണ്, കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, പ്രാർത്ഥിക്കണം, പക്ഷേ അതോടൊപ്പം എൻ്റെ വചനങ്ങളനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാം തിരുവചനം, നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും, കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടാകും. അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തിയും കൂടെ വരുമ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധരവ്യായാമം മാത്രം നടത്തുന്ന പ്രാർത്ഥനയായി മാറാതെ അതിന് പിന്നിലുള്ള ഒരു ജീവിതവും ഉണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ കൃപയ്ക്ക് വേണ്ടി തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ മണിക്കൂറാണ്. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം നമുക്ക് കർത്താവിന് ഈ ആരാധനയിൽ സമർപ്പിക്കാം.
നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നതനുസരിച്ച് സമാധാനം കുറഞ്ഞു വരുന്ന ഈ ലോക സാഹചര്യത്തിൽ ഈശോയുടെ സമാധാനം ഈ ലോകത്തിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷത്തിലധികം മഴ പെയ്യാതെ നിന്നു. പിന്നീട് ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അത് നമ്മെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയ. ഏലിയയുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും വലിയ ശക്തി ഉണ്ടായത് നീതി നിറഞ്ഞൊരു ജീവിതമായിരുന്നു, നന്മ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഒന്നിച്ചു പോയതുകൊണ്ടാണ്. പ്രാർത്ഥനയോടൊപ്പം ഒരു ജീവിതവും അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മെപ്പോലെ ആയിരുന്നിട്ടും ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷത്തിലധികം മഴ പെയ്യാതെ ദൈവം ആകാശത്തെ അടച്ചു കളഞ്ഞത്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ശക്തി, ആ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ നന്മ നിറഞ്ഞ ഒരു ജീവിതവും ഉണ്ടാകുമ്പോഴാണ് എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതെ, നമ്മൾ ഉക്രൈൻ മിസ്റ്റിക്കായിട്ടുള്ള ആ വലിയ ജ്ഞാനിയായിട്ടുള്ള വ്യക്തി ഒരു യാചകന്റെ പ്രാർത്ഥനയ്ക്ക് പുറകെ അനേകർ നടന്നപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചിറങ്ങിയ മിസ്റ്റിക്, അതെ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തോടു കൂടിയാണ് പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനകൾക്ക് ഇത്രയും ശക്തി ഉണ്ടാകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തോ നീ നിന്റെ ദൈവത്തിനായിട്ട് കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതെ, ആ ഭിക്ഷക്കാരൻ, ആ യാചകൻ തൻ്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ, ആ ജീവിതകഥ കേട്ടപ്പോൾ അദ്ദേഹം ആ യാചകനോട് പറഞ്ഞതാണ്, നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയുടെ രഹസ്യം നീ നിന്റെ പോലും ജീവിതത്തെ മറന്ന് ഒരു പാവപ്പെട്ടവനെ, ജയിലിൽ കിടന്ന ഒരു വ്യക്തിയെ നീ സഹായിച്ചതാണ് നിന്റെ പ്രാർത്ഥനയുടെ ശക്തി. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നന്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് കൂടുതൽ ശക്തി പകർന്നുന്നത്. വെറുതെ അധരവ്യായാമം ചെയ്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ പുറകിൽ ഒരു ജീവിതവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന അനേകരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥന അത് ശക്തിയുള്ള പ്രാർത്ഥനയായി മാറണം. അതിന് ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതവും നമുക്ക് വേണം. കർത്താവ് അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ, അതിൻ്റെ പിന്നിലൊരു ജീവിതവും വേണ്ടവിധം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ.
വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യേശുവേ, എല്ലാവരും അനുഗ്രഹിക്കണം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണം ഈശോയെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, പനിക്കും രോഗിക്ക് സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, പനിക്കും രോഗിക്ക് സൗഖ്യമാ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യേശുവേ, വിടുതൽ വലിയ വിടുതൽ, വലിയ സൗഖ്യം, അഭിഷേകം, കൃപ നിറയട്ടെ. യേശുവേ, ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. യേശുവേ, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതേ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ നമ്മൾ നിലനിന്ന് നല്ലൊരു ആത്മീയ ജീവിതത്തോടുകൂടെ പ്രാർത്ഥനയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.